മലയാളത്തിന്റെ അഭിമാനമാണ് ഗാനഗന്ധർവൻ കെ.ജെ. യേശുദാസ്. മലയാളിയുടെ ഒരു ദിവസത്തിൽ ഒരു തവണയെങ്കിലും ഈ മധുര ശബ്ദം കേൾക്കാതിരിക്കില്ല. അദ്ദേഹത്തിന്റെ സ്വരമാധുരിയിൽ വിടർന്ന ഓരോ ഗാനങ്ങളും ഇന്നും നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് ഓരോ മലയാളിയും. ഇന്ന് ആ സംഗീത വിസ്മയം 84ാം ജന്മദിനം ആഘോഷിക്കുകയാണ്. പ്രായം കൂടി വരുമ്പോഴും ആ ശബ്ദത്തിന് മാറ്റമില്ല. കഴിഞ്ഞ 6 പതിറ്റാണ്ടുകളായി മലയാളികളുടെ അഹങ്കാരവും അലങ്കാരവുമായി നിലനിൽക്കുകയാണ് കെ.ജെ. യേശുദാസ് എന്ന അതുല്യ പ്രതിഭ. 1940 ജനുവരി 10 ഫോർട്ട് കൊച്ചിയിലെ റോമൻ കത്തോലിക്ക കുടുംബത്തിൽ സംഗീതജ്ഞനും നാടക നടനുമായിരുന്ന അഗസ്റ്റിൻ ജോസഫിന്റെയും എലിസബത്തിന്റെയും മകനായാണ് യേശുദാസ് ജനിച്ചത്. അക്കാലത്തെ പ്രശസ്ത മലയാളം ശാസ്ത്രീയ സംഗീതജ്ഞനും സ്റ്റേജ് നടനുമായ അദ്ദേഹത്തിന്റെ പിതാവ് അഗസ്റ്റിൻ ജോസഫ് ഭാഗവതർ തന്നെയായിരുന്നു യേശുദാസിനെ സംഗീതത്തിന്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചത്. ശാസ്ത്രീയ സംഗീതത്തോട്, അതും കർണാടക സംഗീതത്തോട് വലിയ മമത പുലർത്താത്ത ഒരു സമുദായത്തിൽ ശുദ്ധ സംഗീതത്തിലേക്ക് യേശുദാസിനെ കൈപിടിച്ചു നടത്തിയത് അച്ഛൻ തന്നെയായിരുന്നു. അച്ഛൻ പാടിത്തന്ന പാഠങ്ങൾ മനസ്സിൽ ധ്യാനിച്ച യേശുദാസ് 12ാം വയസ്സിൽ ആദ്യത്തെ കച്ചേരി അവതരിപ്പിച്ചു. അതോടെ നാട്ടുകാർ ദാസപ്പൻ എന്ന ഓമനപ്പേരിൽ ആ ബാലനെ ലാളിച്ചു തുടങ്ങി. 5ാം വയസ്സിൽ പിതാവിൽ നിന്ന് കർണാടക സംഗീതത്തിലെ ആദ്യ പാഠങ്ങൾ പഠിച്ച യേശുദാസ് പിന്നീട് കൊച്ചിയിലും സമീപ പ്രദേശങ്ങളിലുമുള്ള മറ്റു അധ്യാപകരുടെ കീഴിൽ സംഗീതം പഠിച്ചു. കൊച്ചി സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിൽ സ്കൂൾ പഠനകാലത്ത് തുടർച്ചയായി വർഷങ്ങളോളം മികച്ച ഗായകനായിരുന്നു യേശുദാസ്. 1957 സംസ്ഥാനതല സ്കൂൾ യുവജനോത്സവത്തിൽ കർണാടക വോക്കൽ ആലാപനത്തിൽ ഒന്നാമതെത്തി. സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയപ്പോൾ തന്റെ സംഗീതാഭിലാഷങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനായി യേശുദാസ് കൊച്ചിക്കടുത്തുള്ള തൃപ്പൂണിത്തുറ RLV മ്യൂസിക് അക്കാദമിയിൽ ഗാനഭൂഷണം കോഴ്സിന് ചേർന്നു. 1960 ഡബിൾ പ്രൊമോഷനോടും ഡിസ്റ്റിങ്ഷനോടും കൂടി കോഴ്സ് പൂർത്തിയാക്കിയ അദ്ദേഹം പിന്നീട് ഉപരിപഠനത്തിനായി തിരുവനന്തപുരത്തെ ശ്രീ സ്വാതി തിരുനാൾ മ്യൂസിക് അക്കാദമിയിൽ ചേർന്നു. ഗാനഭൂഷണം പാസ്സായ ശേഷം ആകാശവാണി നടത്തിയ ശബ്ദ പരിശോധനയിൽ പങ്കെടുത്ത യേശുദാസ് അവിടെ പരാജയപ്പെട്ട ചരിത്രവുമുണ്ട്. 1961 നവംബർ 14 യേശുദാസിന്റെ ആദ്യ ഗാനം റെക്കോർഡ് ചെയ്തത്. KS ആന്റണി എന്ന സംവിധായകൻ തന്റെ കാൽപ്പാടുകൾ എന്ന സിനിമയിൽ പാടാൻ അവസരം നൽകി. സിനിമയിലെ മുഴുവൻ ഗാനങ്ങളും പാടാനായിരുന്നു ക്ഷണിച്ചതെങ്കിലും ജലദോഷം മൂലം ഒരു ഗാനം മാത്രമേ പാടാനായുള്ളൂ. അങ്ങനെ ജാതിഭേദം, മതദ്വേഷം എന്ന് തുടങ്ങുന്ന ഗുരുദേവ കീർത്തനം പാടി യേശുദാസ് ചലച്ചിത്ര സംഗീത ലോകത്ത് ഹരിശ്രീ കുറിച്ചു. ചെന്നൈയിലെ ഭരണി സ്റ്റുഡിയോയിലായിരുന്നു ആദ്യ ഗാനത്തിന്റെ റെക്കോർഡിംഗ് നടന്നത്. MB ശ്രീനിവാസനായിരുന്നു ഈ ഗാനം ചിട്ടപ്പെടുത്തിയത്. അവിടുന്ന് ഇങ്ങോട്ട് കെ.ജെ. യേശുദാസ് എന്ന ഗായകന്റെ ജൈത്രയാത്രയായിരുന്നു. വയലാർ, P. ഭാസ്കരൻ, ONV, G. ദേവരാജൻ, ദക്ഷിണാമൂർത്തി, K. രാഘവൻ, MS ബാബുരാജ്, ശ്രീകുമാരൻ തമ്പി, MK അർജുനൻ എന്നിങ്ങനെ ഒട്ടേറെ മഹാപ്രതിഭകളുടെ പാട്ടുകൾ പാടി. മലയാളവും കടന്ന് തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, ബംഗാളി, മറാത്തി തുടങ്ങി ഒട്ടുമിക്ക എല്ലാ ഭാരതീയ ഭാഷകളിലും പാടി. ഇതുവരെയായി ക്ലാസിക്കൽ, ഡിവോഷണൽ അടക്കം 1,00,000-ലധികം ഗാനങ്ങളാണ് അദ്ദേഹം പാടിയത്. മികച്ച പിന്നണി ഗായകനുള്ള ദേശീയ പുരസ്കാരം ഏറ്റവും കൂടുതൽ തവണ നേടിയതും കെ.ജെ. യേശുദാസ് ആണ്. 8 തവണയാണ് ദേശീയ പുരസ്കാരം ഇദ്ദേഹത്തെ തേടിയെത്തിയത്. കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക, ബംഗാൾ സംസ്ഥാനങ്ങളുടെ മികച്ച പിന്നണി ഗായകനുള്ള പുരസ്കാരങ്ങളും യേശുദാസ് നേടിയിട്ടുണ്ട്. പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ തുടങ്ങിയ ബഹുമതികളും ഗാനഗന്ധർവനെ തേടിയെത്തി. ചലച്ചിത്ര മേഖലയിലെ സമഗ്രമായ സംഭാവനയ്ക്കുള്ള ഈ വർഷത്തെ ദാദാ സാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ പുരസ്കാരവും അദ്ദേഹത്തിനാണ്. ഇന്നും സംഗീത ലോകത്ത് വിസ്മയങ്ങൾ തീർത്ത് ജൈത്രയാത്ര തുടരുന്ന മഹാപ്രതിഭയ്ക്ക് മലയാളികളുടെ ദാസേട്ടന് കേരള ഓൺലൈൻ ന്യൂസിന്റെ ജന്മദിനാശംസകൾ.